ഹായ്. അപ്പൊ ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് പോകാൻ പോണത് പാലക്കാട് കോട്ടയ്ക്കാണ്. പോണത് എന്തിനാന്ന് വെച്ചാല് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അവിടെ സ്പെഷ്യൽ അന്നദാനം ഫുഡിനാണ്. അപ്പൊ അത് കഴിക്കാനുണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് മഴയായത് കാരണം ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ആളുടെ കാലിൽ മുറിയും കാര്യങ്ങളായതുകൊണ്ട് മഴ കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ പോയത്. പോണ വഴിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും കണ്ടു. അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഓട്ടോ ഇറങ്ങിയതും തന്നെ ഞങ്ങൾക്ക് പാലക്കാടേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സമയം ലാഗ് അടിച്ചില്ല. ബസ്സിൽ ഈ പാട്ടൊക്കെ കേട്ട് പോകുന്നൊരു നൊസ്റ്റാൾജിയ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ പോണത്. പിന്നെ ഈ ഇടയായിട്ട് ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ മഴയായതുകൊണ്ട് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. പിന്നെ ആ മഴയത്ത് ഞങ്ങൾ മൈതാനത്തൂടെ നടന്ന് നേരെ കോട്ടൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. കോട്ടൻ്റെ ഫ്രണ്ടിലെത്തി. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ. റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ കോട്ടൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ആ സത്യം അറിഞ്ഞത്. ഹനുമാൻ്റെ അമ്പലത്തിലല്ല അന്നദാനം കഴിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ അന്നദാനം ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ തൊഴുതാന്ന് വിചാരിച്ചു, അമ്പലത്തിൽ കയറി തൊഴുതാന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് നല്ല വ്യൂസ് കണ്ടപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എനിക്കൊന്ന് വേനലിൽ കോട്ടയിൽ വരുന്നതിനേക്കാളും ഈ മൺസൂൺ സമയത്ത് വരുന്നതാണ് കുറച്ചുകൂടി കാണാൻ നല്ല രസമുണ്ട്. വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല പച്ചപ്പായിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ മഴ പെയ്തതിന് ശേഷം കോട്ടയിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ നേരെ തൊഴുതാൻ കയറി. അപ്പോൾ പതിവിൽ ഈ വാഴയിലയിൽ കിട്ടുന്നതിനേക്കാളും പ്രസാദം വ്യത്യസ്തമായിട്ട് ഈ ഒരു ഇലയിലാണ് കേട്ടോ പ്രസാദമൊക്കെ തന്നത്. പിന്നെ തൊഴുതി ഞങ്ങൾ വേഗം തന്നെ നടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി അന്നദാനം കിട്ടുന്നത് വേറൊരു സ്ഥലത്താണ്, അവിടേക്ക് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൻ്റെ ഉള്ളിൽ കുറച്ച് സമയം മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല വന്നിട്ടുള്ളത്, എൻ്റെ 3 അമ്മായിമാരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ വേഗം നടന്ന് അമ്മായിമാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലാഗായി എന്ന് വെച്ചാൽ അന്നദാനത്തിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടാകും. കാരണം ഇന്നലെ അത്യാവശ്യം അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആർക്കും തന്നെ വഴി അറിയില്ലായിരുന്നു എവിടെയാണ് കിട്ടുകയെന്ന്. അപ്പോൾ എൻ്റെ മൂത്ത അമ്മായിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞാൽ ആൾ ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ച് ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് അമ്പലത്തിലെത്തി കേട്ടോ. അതായത് അന്നദാനം നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡായാലും അതുപോലെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അതിന് ശേഷം ചെറിയൊരു സംഭാവനയൊക്കെ കൊടുത്തു. അതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ബസ്സിൽ തന്നെ വന്നു കേട്ടോ. പിന്നെ മഴയതിന് ശേഷം സ്റ്റോപ്പ് ഇറങ്ങി നമുക്ക് വീട്ടിലോട്ട് അത്യാവശ്യം ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വന്നു.